ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ വിസ്മയ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിശേഷം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സിദ്ധുവിൻ്റെ വിദ്യാരംഭത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേനും നമ്മുടെ കാസർഗോഡ് വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ പോകുന്നത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. ട്രെയിന് പോകാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. കൊച്ചിയിൽ നിന്ന് അച്ഛനും അമ്മയും വന്നിട്ട് അവിടെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇനി ഡിലേ ആക്കണ്ടല്ലോ ഓർത്തിട്ട് ഓൾറെഡി ഞങ്ങൾ ലേറ്റായി പോയി. അപ്പോൾ ഞങ്ങൾ നേരെ അവരെ പോയി പിക്ക് ചെയ്തു. അപ്പം ഞങ്ങൾക്ക് കാസർഗോഡ് നിന്ന് മൂകാംബിക വരെ എന്ന് പറഞ്ഞാൽ 178 കിലോമീറ്ററാണ്. നമ്മൾ മാംഗ്ലൂർ, ഉടുപ്പി അങ്ങനെയാണ് പോകുന്നത്. ഇപ്പോൾ ട്രെയിന് വരുന്നവരാണെങ്കിൽ മാംഗ്ലൂർ വന്നിട്ട് നമുക്ക് പോകാം, ബസ്സിനോ അല്ലെങ്കിൽ ട്രെയിനോ പോകാം. ട്രെയിൻ എന്ന് പറഞ്ഞാൽ ബയന്തൂർ മൂകാംബിക റോഡ് എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും മൂകാംബിക ടെമ്പിളിനോട് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അതാണ്. പക്ഷേ അവിടെ നിന്നാണേലും 30 കിലോമീറ്റർ എങ്ങാണ്ട് ഉണ്ടെന്ന് തോന്നുന്നു. അവിടുന്ന് നമുക്ക് പ്രൈവറ്റ് ബസ്സിൽ നമുക്ക് അമ്പലത്തിലേക്ക് പോകാം. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് അമ്പലത്തിനോട് തൊട്ടടുത്ത് തന്നെയാണ്. പിന്നെ നമ്മൾ മാംഗ്ലൂരിൽ നിന്നാണെങ്കിൽ 130 കിലോമീറ്ററാണ് ഉള്ളത്. അപ്പോൾ മാംഗ്ലൂരിൽ നിന്ന് പിന്നെ ഒരു കാര്യം, നമ്മൾ പോകുന്ന വഴിക്കൊക്കെ 3-4 ടോളുകളുണ്ട്. അപ്പം നമ്മൾ ഫാസ്ടാഗൊക്കെ ഉള്ളവർ അതൊക്കെ കറക്റ്റായിട്ട് റീചാർജ് ചെയ്യാനൊക്കെ ആയിട്ട് ശ്രദ്ധിക്കണം. പിന്നെ പെട്രോൾ ആണെങ്കിൽ ഇപ്പോൾ കൊച്ചിയിൽ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ മാഹിയിൽ വന്നിട്ട് പെട്രോൾ അടിക്കാൻ ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞിട്ട് കർണാടകയിൽ വന്ന് അടിക്കുമായിരിക്കും നല്ലത്. എന്താണെന്ന് വെച്ചാൽ അറിയാലോ, നമ്മുടെ ഡീസലിൻ്റെ വിലയേക്കാളെങ്ങാണ്ട് കുറവാണ് ഇവിടുത്തെ പെട്രോളിൻ്റെ ക്യാഷ്. സോ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോകാനായിട്ട് നോക്കുന്നവർ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. പിന്നെ ഞങ്ങൾ ഉടുപ്പിക്ക് എത്തിയപ്പോഴത്തേനും ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. നമുക്ക് ഈ മാംഗ്ലൂർ ഉടുപ്പി റൂട്ടിൽ എന്ന് പറഞ്ഞാൽ കുറേ പ്യുവർ വെജിറ്റേറിയൻ നല്ല ഹോട്ടലുകൾ കിട്ടും. ഉടുപ്പിയിലൊക്കെ കൂടുതലും പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടലുകളാണ്. അപ്പം ഞങ്ങളങ്ങനെ ഫുഡ് കഴിക്കാൻ കയറി. നല്ല ഫുഡ് തന്നെ നമുക്ക് കിട്ടി കേട്ടോ. ഇനി നമുക്ക് ഉടുപ്പിയിലാണെങ്കിൽ ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട്, ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രം. അപ്പോൾ അവിടെയൊക്കെ കയറാൻ നല്ല അമ്പലമൊക്കെയാണ്. പക്ഷെ ഞങ്ങൾക്ക് കയറാനായിട്ട് ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല. സമയമില്ലെന്ന് പറഞ്ഞാൽ കുറേ കൂടെ ടെൻഷൻ ആയതുകൊണ്ടാണ് കേട്ടോ കയറാതിരുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ വിദ്യാരംഭത്തിന് പ്രീ ബുക്കിംഗ് ഇല്ല. നമ്മൾ വിളിച്ചൊക്കെ ചോദിച്ചപ്പോൾ അപ്പോൾ അവർ പറഞ്ഞത് നമ്മൾ വിദ്യാരംഭത്തിന് ഇരുത്തുന്നതിന് മുന്നത്തെ ദിവസം നമ്മളവിടെ ചെന്നിട്ട് സ്റ്റേ ചെയ്യുക, ആ സമയത്ത് പോയിട്ട് ടോക്കൺ എടുത്താൽ മതി എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങൾ പോകുന്നത് ഒരു ശനി ഞായർ ദിവസം, ശനിയാഴ്ചയാണ്. അപ്പോൾ വീക്കെൻഡാണ്. പിന്നെ മൂകാംബികയിൽ ഏറ്റവും കൂടുതൽ വരുന്നത് മലയാളികളാണ്. അപ്പോൾ എന്തായാലും ശനി ഞായറൊക്കെ നോക്കിയിട്ട്, അവധി ദിവസങ്ങൾ നോക്കിയിട്ട് ആണ് മലയാളികൾ വരുന്നത്. അപ്പോൾ എന്തായാലും തിരക്കായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാരംഭത്തിന് ടോക്കൺ കിട്ടുമോ എന്നുള്ള ഒരു ഡൗട്ട്. പിന്നത്തെ കാര്യം, ഞങ്ങൾക്ക് റൂം ഇതുവരെ കിട്ടിയിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിത് പല പ്രാവശ്യം പ്ലാൻ ചെയ്തെങ്കിൽ അതൊക്കെ പാളിപ്പോയി. അങ്ങനെയാണ് ഈ ഒരു ഡേറ്റിൽ ഇപ്രാവശ്യത്തെ ഇത് ഫിക്സ് ചെയ്തത്, ഈ യാത്ര. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഫിക്സ് ചെയ്ത് അപ്പോൾ തന്നെ വിളിച്ചൊക്കെ നോക്കിയപ്പോഴത്തേന് അവരെല്ലാവരും ഇപ്പോൾ മഹാലക്ഷ്മി, അതുപോലെ തന്നെ ജ്യോതിസ്, ഇതൊക്കെയാണ് അവിടുത്തെ ഏറ്റവും നല്ല ഹോട്ടലുകൾ. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ മന്തിന് എല്ലാം ഫുള്ളാണ്, എല്ലാം ബുക്ക് ചെയ്തേക്കാണ്. അപ്പോൾ നമുക്ക് റൂമൊന്നും അവൈലബിൾ അല്ല എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളാകെ ഇനി എന്ത് ചെയ്യും? അപ്പോൾ അവിടെ ചെന്നിട്ട് നോക്കാമെന്നുള്ള രീതിയിലാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ 2 കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെറിയൊരു ടെൻഷനുണ്ട്. റൂം കിട്ടുമോതും പിന്നെ വിദ്യാരംഭത്തിൻ്റെ ടോക്കൺ എടുക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇത്തിരി നല്ല സ്പീഡിൽ പോകണം. വേറെ എവിടെയും കയറിയില്ല. പിന്നെ നമ്മൾ ഈ ബയന്തൂർ, അതുപോലെ NH-ന്ന് കയറി ബയന്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ നിന്ന് തന്നെ ഒരു 20 കിലോമീറ്റർ മറ്റോ ഉണ്ട് അമ്പലത്തിലേക്ക്. അത് നമ്മൾ റിസർവ് ഫോറസ്റ്റിൻ്റെ അകത്തേക്കൂടെയാണ് പോകുന്നത്. പക്ഷെ അങ്ങനെ പേടിക്കാനോ അങ്ങനെ ഭയങ്കര ഫോറസ്റ്റായിട്ട് നമുക്ക് തോന്നത്തില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പണികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് മൂകാംബിക ക്ഷേത്രത്തിൻ്റെ എൻട്രൻസ്. അപ്പോൾ ഇവിടെ നിന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് എത്താൻ പറ്റും. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡൊക്കെ വരുന്നത്. അവിടെ നിന്ന് തൊട്ടടുത്ത് തന്നെയാണ് അമ്പലം. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് അത്യാവശ്യം തിരക്കൊക്കെ വന്നിട്ട് ഞങ്ങളൊരു 4 മണിയൊക്കെ ആയപ്പോഴത്തേനും അമ്പലത്തിലെത്തി. പക്ഷേ അത്യാവശ്യം തിരക്ക് അന്നേരം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് റൂം കിട്ടിയത് അഡിക ഹെറിറ്റേജ് എന്ന് പറഞ്ഞ അവിടുത്തെ ഒരു ഹോട്ടലാണ്. നല്ല റൂമായിരുന്നു. പക്ഷെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് കത്തിയായിരുന്നു. ആ ഒരു എന്താ പറയുക, കത്തി റേറ്റിൽ നമുക്ക് കുറച്ചുകൂടെ നല്ല റൂം കിട്ടേണ്ടതായിരുന്നു. നമുക്കത് അങ്ങനെ കുറച്ചൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. അപ്പം നമ്മൾ പോകുന്നവർ എന്ത് ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ റൂമൊക്കെ നേരത്തെ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ അവിടെ അറിയുന്നവരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അന്വേഷിച്ച് വെക്കാനായിട്ട് പറയുന്നത് നല്ലതായിരിക്കും. കാരണം കൂടുതൽ ഈ ടൂറിസ്റ്റ് സെൻറ്ററിലൊക്കെ ഇങ്ങനെ തട്ടിപ്പുകൾ നടക്കാനായിട്ട്
എന്താ പറയണേ നടക്കുന്നുണ്ടല്ലോ. അപ്പം നമ്മളാണെങ്കിലും ചെന്ന് റൂമൊന്നും കിട്ടിയില്ല. അപ്പോൾ പിന്നെ ഇത് തന്നെ എന്നുള്ള രീതിയിൽ റൂം നല്ല റൂമാണ്, പക്ഷെ ഇത്തിരി കത്തി റേറ്റാണ്. ഇത്രയോടെ നല്ല നമുക്ക് മഹാലക്ഷ്മിയിലൊക്കെ റൂം കിട്ടുമായിരുന്നു. അപ്പോൾ അത് പ്രീ ബുക്കിംഗ് ഒക്കെ നോക്കണം. അപ്പം ഞങ്ങൾ അമ്പലത്തിൽ ചെന്നിട്ട് ഞങ്ങൾ വേഗം തന്നെ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവൻ്റെ ടോക്കൺ കിട്ടാനുള്ള കാര്യങ്ങളിലേക്ക് പോയി. അപ്പം ഞങ്ങൾ ചെന്ന് അച്ഛനാണ് നേരെ ടോക്കൺ എടുക്കാൻ വേണ്ടിയിട്ട് കയറി. അപ്പം ഞങ്ങൾ റൂമിൽ എല്ലാവരും ഒന്ന് കുളിക്കണം, റെഡി ആവണം, വൈകുന്നേരം ഒന്ന് അമ്പലത്തിൽ പോകാനുണ്ട്. പിന്നെ ചെറിയ ഷോപ്പിംഗ് ഒന്നുമല്ല, ഒന്ന് പുറത്തേക്കിടെ എല്ലാം ഒന്ന് കാണണം, ഇരുട്ടാവണതിന് മുന്നേ തന്നെ കാണണം എന്നുള്ള രീതിയിൽ ഞങ്ങൾ പുറത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരാളവിടെ കിടക്കണുണ്ടോ? ഇത് മേൽമുണ്ടല്ലേ മേ? സിദ്ധുവിന്റെ ഡ്രസ്. അപ്പം ഞങ്ങളെല്ലാവരും കുളിച്ച് റെഡിയായി അമ്പലത്തിലേക്ക് തൊഴാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പിന്നെ സിദ്ധുവിൻ്റെ വിദ്യാരംഭത്തിൻ്റെ ടോക്കൺ കിട്ടി. അപ്പോൾ രാവിലെ ഒരു 5:45 ആകുമ്പോഴത്തേനും അമ്പലത്തിൽ പോകണം. 6 മണിക്ക് വിദ്യാരംഭം സ്റ്റാർട്ട് ചെയ്യും എന്നാണ് പറഞ്ഞത്. അപ്പം ഞങ്ങൾ ഇപ്പം തന്നെ നല്ല തിരക്കാണ്, നന്നായിട്ട് തിരക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പം പോയി തൊഴണം. നാളെ രാവിലെ എങ്ങനെയാണ് വിദ്യാരംഭം കഴിഞ്ഞ് തൊഴാൻ പറ്റുമോ, തിരക്കാണോ എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ഇപ്പം ഞങ്ങൾ തൊഴാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. പിന്നെ ഈ കാണുന്ന പൂക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം അമ്പലത്തിൻ്റെ അകത്തിട്ട് നമുക്ക് അമ്പലത്തിലേക്ക് കൊടുക്കാനുള്ള പൂക്കളാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിയിട്ട് പോയി. ഇനി അകത്ത് ചെല്ലുമ്പോഴത്തേനും വാങ്ങാൻ കിട്ടുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ലാത്തതുകൊണ്ട് ഇതെന്തോ ഇങ്ങനത്തെ ഈ ഒരു താലത്തിന് 100 രൂപ വെച്ചാണ് അവിടെ റേറ്റ് വരുന്നത്. പിന്നെ ഞങ്ങൾ അകത്ത് കയറി. അപ്പോൾ ഇവിടെ തന്നെ നല്ല ഡാൻസിൻ്റെയൊക്കെ സൗണ്ട് കേൾക്കാൻ പറ്റും കേട്ടോ. ഈ മൂകാംബികയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെ ആരംഭം എന്നുള്ള രീതിയിൽ എല്ലാവരും അരങ്ങേറ്റം, അതായത് ഡാൻസ് ആണെങ്കിലും പാട്ടാണെങ്കിലും ഇപ്പോൾ ആദ്യാക്ഷരം കുറിക്കാനൊക്കെ ആണെങ്കിലും മൂകാംബികയിൽ വരുമല്ലോ, നമ്മൾ ചോറ്റാനിക്കരയിലൊക്കെ പോകും പോലെ. അപ്പോൾ ഇവിടെ നല്ല ഡാൻസിൻ്റെ ഇവിടെ ഫുൾ ടൈം തന്നെ ഇങ്ങനെ ഡാൻസും പാട്ടൊക്കെ നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നണത്. അപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ ബാക്ക് വശത്തേക്കാണ് കയറുന്നത്. അപ്പോൾ ബാക്കിലായിട്ട് ഒരു സ്റ്റേജ് ഉണ്ട്, അവിടെ കുട്ടികളെ ഡാൻസിന് വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അകത്ത് കയറുന്ന സമയത്തൊക്കെ നല്ല കുറേ ഡാൻസുകളൊക്കെ നടക്കുന്നുണ്ട്. അകത്ത് കയറി അകത്ത് കയറി ചെന്നപ്പോഴത്തേന് നീണ്ട ക്യൂ ആയിരുന്നു കേട്ടോ. അകത്ത് നമുക്ക് തൊഴാൻ വേണ്ടിയിട്ടുള്ള നല്ല ക്യൂ ആയിരുന്നു. അപ്പോൾ ഇതിൽ ഞങ്ങൾക്ക് ചെറിയൊരു ഇത് പറ്റിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ക്യൂ നിന്ന് ഒരു പകുതിയൊക്കെ എത്തിയപ്പോഴാണ് അറിയുന്നത് VIP ക്യൂ എന്നും പറഞ്ഞിട്ടൊരു സംവിധാനം ഇവിടെ ഉണ്ടെന്ന്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് എക്സ്ട്രാ ക്യാഷ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ക്യൂവിലേക്കിടെ പെട്ടെന്ന് തന്നെ തൊഴാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക സംവിധാനം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് നമുക്കറിയത്തുണ്ടായിരുന്നില്ല. ചോറ്റാനിക്കരയിലൊക്കെ അങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയായിരുന്നു, പക്ഷേ ഇവിടെ എങ്ങനെയാണെന്ന് നമുക്ക് പരിചയക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉണ്ടോ ഇല്ലയെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ പെട്ടെന്ന് തൊഴണം എന്നുള്ളവരാണെങ്കിൽ ഇതൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് കയറുമായിരിക്കും നല്ലത്. എന്തായാലും അങ്ങനെ ഒരു ഇതുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് അന്വേഷിക്കുക.
പിന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ട് കുടജാദ്രി പോണ കാര്യങ്ങൾ അന്വേഷിച്ചായിരുന്നു. അപ്പോൾ ജീപ്പിലാണ് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം ഞങ്ങൾ നോക്കിയപ്പോൾ സമയക്കൂടുതലും വേണം. 6 മണിക്കോ മറ്റോ രാവിലെ പോയാൽ 2 മണിക്കാണ് തിരിച്ചു വരാൻ പറ്റുള്ളൂ. പിന്നെ സിദ്ധുവിനെ കൊണ്ട് പോയാലൊരു ടാസ്ക് ആണെന്ന് വെച്ചിട്ടും പിന്നെ അച്ഛനും അമ്മയ്ക്കും പിന്നെ തിരിച്ച് എറണാകുളം വരെ പോകണമല്ലോ എന്നോർത്തിട്ട് ഞങ്ങൾ അത് വേണ്ട എന്ന് വെച്ചു. അടുത്ത പ്രാവശ്യത്തേക്ക് മാറ്റി. സിദ്ധു കാറ് തന്നേക്കാമോ? സിദ്ധു കാറ് താ അമ്മയ്ക്ക് നേരെ. അതെന്താ? നോ, അതെന്താ? താ പ്ലീസ് പ്ലീസ് സിദ്ധു പ്ലീസ്. നമുക്ക് കേരളാന്നേ തോന്നത്തുള്ളൂ. സിദ്ധു അല്ലേ? സിദ്ധു ഫുള്ള് മലയാളികളല്ലേ? തിരികെ റൂമിലെത്തി. ഇനി വേഗം കിടന്ന് ഉറങ്ങണം. കാരണം രാവിലെ 4 മണിക്കെങ്കിലും എണീറ്റാലാണ് ഞങ്ങൾക്ക് രാവിലെ 5:45 അമ്പലത്തിലെത്താൻ പറ്റുള്ളൂ. ഇത്രയും പേർക്ക് കുളിക്കണം. സിദ്ധുവിനെ വിളിച്ചെണീപ്പിച്ച് കുളിപ്പിക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ വിദ്യാരംഭത്തിനുള്ള റെസിപ്റ്റ്. രാവിലെ എണീറ്റ് റെഡിയായി ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഒരു 5 മണിയൊക്കെ കഴിഞ്ഞോളൂ. ഞങ്ങൾ നേരത്തെ തന്നെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചെന്നപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ നല്ല തിരക്കാണ്. ഞാൻ ഓർത്ത് ഒരു 3-4 കുട്ടികളൊക്കെ ഉണ്ടാവുള്ളൂ വിദ്യാരംഭത്തിന്. പക്ഷേ ഞങ്ങൾ മണ്ഡപത്തിലേക്ക് കയറാൻ പോലും അടുക്കാൻ പോലും പറ്റാത്ത രീതിയിലെ കുട്ടികൾ കേട്ടോ. അതായത് കണ്ടില്ലേ, ഞങ്ങൾ നേരത്തെ ഒരു 5 മണി കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ വന്ന് നിൽക്കുന്നതാണ്. അപ്പോഴാണ് ഇങ്ങനെ. എന്നിട്ട് ഞങ്ങൾ ആദ്യത്തെ ബാച്ചിൽ തന്നെ കാര്യം പറഞ്ഞാൽ സിദ്ധുവിനെ ഇരുത്തി. അന്നേരം തന്നെ ഒരു 30 കുട്ടികളെങ്കിലും ആ ഒരു ടൈമിലിരുന്നു. ബാക്കി ഒരു കുറേ കുട്ടികൾ പിന്നെ അടുത്ത ബാച്ചായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ. എന്ത് തിരക്കായിരുന്നു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇത്രയും കുട്ടികൾ ഇവിടെ വന്ന് ആദ്യാക്ഷരം കുറിക്കുന്നുണ്ടെന്ന്. ഇതൊരു സ്പെഷ്യൽ ഡേയോ ഒന്നുമല്ല, സാധാരണ ഒരു ഞായറാഴ്ച രാവിലെയാണ് കേട്ടോ. പിന്നെ ഇതിൽ ഞാൻ ആദ്യവും അവസാനവും പറയുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാളികൾ തന്നെയാണ്. ഇത് മൊത്തം മലയാളികളാണ്. പിന്നെ ഈ തന്ത്രി എന്നല്ല ഇവിടെ പറയുന്ന, അടിക എന്നാണ് പറയുന്നത്. പൂജാരിനെ അല്ലെങ്കിൽ തന്ത്രിനെ അടിക എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ അടിക പറയുന്നതോ അല്ലെങ്കിൽ സംസാരിക്കുന്നതെല്ലാം മലയാളത്തിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഒന്നും ഡൗട്ട് അടിക്കേണ്ട കാര്യമില്ല. അവിടെ ചെന്നാൽ വേറെ ഭാഷയാണെന്നോ വേറെ നാടാണെന്നോ അങ്ങനെ ഒരു കാര്യവുമില്ല. ഇവർ പറഞ്ഞ തന്നെ ശ്ലോകങ്ങളാണല്ലോ, ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഒരു കാര്യത്തിന് നമ്മൾ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമേ ഇല്ല. ഞങ്ങൾ ഓർത്തത് സിദ്ധു കരഞ്ഞ് ആകെ കുളമാകും, ഒരു കാര്യം ചെയ്യിപ്പിക്കില്ല എന്നാണ് ഓർത്തത്. പക്ഷെ നല്ല മിടുക്കനായിട്ടിരുന്നു. പക്ഷെ കരയുന്ന കുട്ടികളും ഒരു കാര്യം ചെയ്യിപ്പിക്കാത്ത കുട്ടികളും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ 2 വയസ്സ് തൊട്ട് 15 വയസ്സ് വരെയുള്ള കുട്ടികളെടുത്ത് ഈ ഞങ്ങളുടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന കുട്ടിയൊക്കെ 15 വയസ്സുള്ള കൊച്ചാണ്. അതൊക്കെ ആദേശം കുറിക്കുക, ആദേശം എന്നല്ല, അതൊരു ചിലപ്പോൾ വഴിപാട് പോലെയൊക്കെ കിടന്നതായിരിക്കാം. അപ്പോൾ അങ്ങനെ ഒത്തിരി ഇങ്ങനെ ഏജ് വ്യത്യാസങ്ങളുള്ള ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. പിന്നെ സിദ്ധു അടങ്ങിയിരിക്കാൻ വേറൊരു റീസണും കൂടി ഉണ്ടായിരുന്നു. അവൻ്റെ കയ്യിൽ എപ്പോഴും ഒരു കാറ് കൊടുക്കണം. അങ്ങനെ കാറ് എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ കൊച്ച് ഒരുമാതിരി എന്താ പറയുക അടങ്ങിയിരിക്കുന്ന ഒരു കുട്ടിയാണ്. പിന്നെ പോണതിന് മുമ്പ് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഈ വിദ്യാരംഭത്തിനുള്ള ഈ അരി, പ്ലേറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോകണോ അത് അവിടെ നിന്ന് കിട്ടുമെന്ന്. ഒന്നും കൊണ്ടുപോകണ്ട, എല്ലാം അവിടെ തന്നെ കിട്ടിക്കോളും. അപ്പം അങ്ങനെ ഒരു ടെൻഷനൊന്നും വേണ്ട കേട്ടോ.
हरिष्यामि सिद्धिर्भवतु मे सदा। ओम हरिश्री गणपतये नमः। ओम हरिश्री गणपतये नमः। എല്ലാം പറഞ്ഞിട്ട് കുട്ടികളെല്ലാം പറയണം. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് നമ്പർ 1 2 3 4 ABCDE letters. അപ്പോൾ സിധു കുഞ്ഞ് ആദ്യാക്ഷരമൊക്കെ എഴുതി ഞങ്ങൾ അമ്പലത്തിൽ തൊഴിലൊക്കെ കഴിഞ്ഞ് പുറത്തേട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കുടജാദ്രി പോണ കാര്യം ഒന്ന് അന്വേഷിച്ചായിരുന്നു. അപ്പം നമ്മുടെ സ്വന്തം വണ്ടിയിൽ പോകാൻ പറ്റത്തില്ല, ഇവിടുന്ന് ജീപ്പ് സർവീസ് ഉണ്ട്, അതിനേ പോകാൻ പറ്റത്തുള്ളൂ. അതൊരു 40 കിലോമീറ്ററോളം നമ്മൾ പോകണം. അപ്പോൾ ജീപ്പിലാണെങ്കിൽ പെർ ഹെഡ് 450 രൂപയൊക്കെയാണ് പറയുന്നത്. അതല്ലാതെ വേറെ ചെക്ക് പോസ്റ്റ് ഉണ്ട്, അവിടെ പാസ് എന്തോ 25 രൂപയും കണ്ടു അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ഈ 40 കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലാണെങ്കിൽ ഓഫ് റോഡ് വരുന്നുണ്ട്. അതിൽ 5 കിലോമീറ്ററോളം നമ്മൾ നടന്ന് വേണം മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അങ്ങോട്ട് വണ്ടി കാര്യങ്ങളൊന്നും പോകത്തില്ല. അപ്പോൾ ഇതിനൊക്കെ റെഡി ആയിട്ടേ നമ്മൾ പോകാൻ പറ്റത്തുള്ളൂ. പിന്നെ ഈ മഴ അങ്ങനെയുള്ള സീസണൊക്കെ നോക്കിയിട്ട് പോവുമായിരിക്കും ബെറ്റർ. പിന്നെ ഈ മൂകാംബികയിൽ വരുന്നതിൽ ഭൂരിഭാഗം ആൾക്കാരും കുടജാദ്രിയിൽ പോകും, അതുപോലെ സൗബർണിയിൽ പോകും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുടജാദ്രിയുടെ മുകളിൽ നമ്മുടെ ശങ്കരാചാര്യർ തപസ്സിരുന്നിട്ടാണ് മൂകാംബിക ദേവി പ്രത്യക്ഷപ്പെട്ട് അവിടെ സർവജ്ഞപീഠം ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഐതിഹ്യം. അപ്പോൾ ആ സർവജ്ഞപീഠം കാണാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും മുകളിൽ പോകുന്നത്. അതുമാത്രമല്ല ഒരു അഡ്വഞ്ചർ ട്രിപ്പ് ഇഷ്ടപ്പെടുന്നവർക്ക് പോകാം. പിന്നെ മുകളിലാണെങ്കിൽ നല്ല രസമാണ് കാണാമെന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത്. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് പോകണമെന്ന്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ടൈം പോകും എന്നുള്ള പ്രതീക്ഷയിലിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ സൗബർണികയിൽ വന്നു, പക്ഷെ ഒട്ടും വെള്ളം ഉണ്ടായില്ല. ഉള്ള വെള്ളമാണെങ്കിലും അത്ര നീറ്റൊന്നുമല്ല. അതുകൊണ്ട് ജസ്റ്റ് നമ്മളൊന്ന് എന്താ പറയണേ ഇറങ്ങിയോയെന്ന് ചോദിച്ചാൽ ഇറങ്ങി, അത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ നമ്മൾ ഒത്തിരി അതിലേക്ക് എല്ലാവരും പണ്ട് ആദ്യത്തെ പ്രാവശ്യം ഞാൻ ചെന്നപ്പോഴത്തേനും നല്ല വെള്ളമായിരുന്നു, ഭയങ്കര വെള്ളമായിരുന്നു. അപ്പോൾ ആൾക്കാർ കുളിക്കാനൊക്കെ ഉണ്ടായിരുന്നു.
അപ്പോൾ ഞങ്ങളിനി തിരിച്ചു പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. ഇനി ഇവിടെ വനദുർഗയുടെ ഒരു ക്ഷേത്രം എന്നില്ല, വനത്തിൻ്റെ അകത്ത് നമ്മൾ പോരുന്ന വഴിക്ക് തന്നെ ഒരു ക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു. അപ്പോൾ അവിടെ പോകാനായിട്ട് ഞങ്ങൾക്ക് പറ്റിയില്ല. പിന്നെ ഇവിടെ വരുന്നവരെ മിസ് ചെയ്യാതെ പോകേണ്ട വേറൊരു സ്ഥലമുണ്ട്, മുരുഡേശ്വർ ടെമ്പിൾ. അവിടെ ഞങ്ങൾക്ക് പോകാനായിട്ട് ഇപ്രാവശ്യം പറ്റില്ല. എന്തായാലും അടുത്ത പ്രാവശ്യം പോകണം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. മുരുഡേശ്വർ ടെമ്പിൾ ഭയങ്കര രസമാണ് കാണാനായിട്ട്. അതിൻ്റെ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ നല്ല രസമാണ്. അപ്പോൾ അവിടെ ഒന്ന് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അവിടെ ഒന്ന് പോകണം എന്തായാലും. അപ്പോൾ ഞങ്ങൾ തിരിച്ച് പോന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തിരിച്ച് പോകുന്ന കുറച്ച് അപ്പോൾ ഞങ്ങൾ തിരിച്ച് പോരുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ എൻട്രൻസിൻ്റെ അവിടെ ഒന്ന് നിർത്തിയത് വെറുതെ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങളുടെ മൂകാംബിക ട്രിപ്പ് നല്ല ഭംഗിയായിട്ട് നടന്നു. നല്ല ട്രിപ്പായിരുന്നു കേട്ടോ. വേറെ ഇങ്ങനെ ടെൻഷനുകൾ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച്.